ഹലോ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ CBSE ക്ലാസ് 12 ഒന്നാമത്തെ യൂണിറ്റായ റിവ്യൂ ഓഫ് പൈത്തൺ. അതിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2025-26 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒരുപാട് സമയം ചിലവാക്കുന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 സെക്ഷൻസ് ആണുള്ളത്. അത് സെക്ഷൻ A, B, C, D, E. അതിൻ്റെ മാർക്ക് വെയിറ്റേജ് എല്ലാം ഡയറക്റ്റായിട്ട് റൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇവിടെ സമയം ചിലവാക്കുന്നില്ല, ഞാൻ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ് എന്നാണ്. യൂസിങ് ദ സ്റ്റാറ്റിസ്റ്റിക് മൊഡ്യൂൾ ദ ഔട്ട്പുട്ട് ഓഫ് ദി ബിലോ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി 20. ഓക്കെ. Import statistics dot median 10 20 10 30 10 20 30. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക് മൊഡ്യൂൾ എന്നുള്ളത് അറിയണം. ഓക്കെ. നമ്മൾ ഒരുപാട് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. റാൻഡം മൊഡ്യൂൾ, ഓക്കെ, റാൻഡം ഡോട്ട് റാൻഡം, അതിൽ നമ്മൾ റാൻഡം ഡോട്ട് റാൻഡിൻ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതിൽ മൊഡ്യൂളിൽ മീഡിയൻ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്, മീഡിയൻ. ഈ മീഡിയൻ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താണ് കാണേണ്ടത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ആൻസർ എന്ന് പറയുന്നത് 20 എന്നാണ് അവർ പറയുന്നത്. ഈ 20 എന്നാണോ നമുക്ക് കിട്ടുക? ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് പറയേണ്ടത്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട മീഡിയൻ എന്നുള്ള ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സിലെ മീഡിയൻ എന്ന ഫംഗ്ഷൻ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂസിനെ ഇത് ഓട്ടോമാറ്റിക്കലി സോർട്ട് ചെയ്യും. ഓക്കെ, ഇനീഷ്യലി തന്നെ ഇത് സോർട്ട് ചെയ്യും. അപ്പോൾ സോർട്ട് ചെയ്തിട്ട് ആണ് മീഡിയം കണ്ടെത്തുക. അപ്പോൾ ഈ വാല്യൂസിനെ സോർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എങ്ങനെ വരും? ഇത് 10, ഓക്കെ, ദെൻ 10, ദെൻ 220 ഉണ്ട് അല്ലേ? 20 20 ഒരു 20, ദെൻ അഗെയിൻ നെക്സ്റ്റ് 20, ഓക്കെ, ദെൻ 30 230. അപ്പോൾ 30 ആൻഡ് 30. ഓക്കെ. ഇപ്പോൾ മീഡിയം എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കണ്ടോ, ഫസ്റ്റ് 3 വാല്യൂ, ഇവിടെ 3 വാല്യൂ എടുത്തതിന് ഫോർത്ത് വാല്യൂ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മീഡിയൻ. അപ്പോൾ 20 എന്നാണ് ആൻസർ. അപ്പോൾ തന്നിരിക്കുന്ന ആൻസർ 20 ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്നാണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ട്രൂ എന്നാണ്. ആൻസർ ഈസ് ട്രൂ. ഓക്കെ, ഒന്നാമത്തെ ആൻസർ ട്രൂ എന്നാണ് ആൻസർ. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്രൂ എന്നാണ്. ഓക്കെ, ആൻസർ ഈസ് ട്രൂ. ദെൻ സെക്കൻഡ് വൺ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ് എന്നാണ്. ഓക്കെ, എൽ ഈസ് ഈക്വൽ ടു, ലിസ്റ്റ് ആയിട്ടാണ് ഇവിടെ വാല്യൂ തന്നിരിക്കുന്നത്. എൽ ഈസ് ഈക്വൽ ടു ഇന്ത്യ, ഇൻക്രെഡിബിൾ, ഭാരത്. ഓക്കെ, സോ പ്രിന്റ് L1 of 0 പ്ലസ് L2 of -1. അപ്പോൾ ഇതിനെ നിങ്ങൾ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് എന്താണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നിരിക്കുന്നത് നോക്കാം, L1 of 0. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലിസ്റ്റിലെ ഫസ്റ്റ് എലമെന്റ് ഓൾവേസ് 0 ആണ്. ഓക്കെ, ഇത് 1 ആണ്, ഇത് 2 ആണ് അല്ലേ? ഇത് 2 ആണ്. ഓക്കെ, സോറി, ഇത് 2 ആണ്. അപ്പം L1 of 0 എന്ന് പറഞ്ഞാൽ L1 എന്ന് പറഞ്ഞാൽ ഇതാണ്. 1 of 0 എന്ന് പറഞ്ഞാൽ 1ലെ 0th എലമെന്റ്. 1ലെ 0th എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ I ആണ്. ഇതാണ് 1ലെ 0th എലമെന്റ്. ദെൻ L2 of -1 എന്ന് പറഞ്ഞാൽ L2 എന്ന് പറഞ്ഞാൽ ഇതാണ്. 2ലെ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും വാല്യൂ എപ്പോഴും പോകുന്നത് 0 1 2 3 ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, -1 -2 -3 എന്ന് പോകുന്നത് റൈറ്റ് നിന്നാണ്. അപ്പോൾ L2 of-1 എന്ന് പറഞ്ഞാൽ ഇതാണ് L2 അല്ലേ? L2 ഇതാണ്. അതിൻ്റെ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് T. ഓക്കെ, -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് T എന്നുള്ള വാല്യൂ ആണ്. ഇതിൽ L1 of 0 എന്ന് പറഞ്ഞാൽ 1 ഇതാണ്, 1 of 0 എന്ന് പറഞ്ഞാൽ ഇതിൽ I ആണ്, ക്യാപിറ്റൽ I. അപ്പോൾ ക്യാപിറ്റൽ Iയും സ്മോൾ ടിയും. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഉണ്ടോ? ക്യാപിറ്റൽ I ആൻഡ് സ്മോൾ ടി. നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. L1 of 0, ഇത് 0 ഉണ്ടോ? ലിസ്റ്റിലെ വാല്യൂ എപ്പോഴും 0 1 2 ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ ഇതാണ് L1 of 0 എന്ന് പറഞ്ഞാൽ 0th ലൊക്കേഷൻ വാല്യൂ. L2 of-1 എന്ന് പറഞ്ഞാൽ L2 ഇതാണ്. 2 of-1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ. ഓക്കെ, ലാസ്റ്റ് വാല്യൂ ആണ് -1. അതായത് ഇതിൻ്റെ നമ്പറിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക
കണ്ടോ 0 1 2 3 ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് -1 -2 -3 എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ അതിൽ -1 എന്ന് പറയുന്നത് റൈറ്റിലെ വാല്യൂ ആണ്. അപ്പോൾ കിട്ടുന്ന ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ. ഓക്കെ, കൺസിഡർ ദ ഗിവൺ എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ബി ദ കറക്റ്റ് ഔട്ട്പുട്ട് ഫോർ ദ ഗിവൺ എക്സ്പ്രഷൻ. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് ഏതാണെന്ന് നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രിൻറ്റ് 19 ലെസ് ദാൻ 11. ഓക്കെ, ആൻഡ് 29 greater than 19, or not of 75 greater than 30. So 19 less than 11. ഈ ഓപ്പറേറ്റർ ഏതാണ്? ഇത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ റിലേഷണൽ ഓപ്പറേറ്റർ ഓൾവേസ് വിൽ ഗിവ് യു ഐദർ ട്രൂ ഓർ ഫോൾസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോർ പോയിന്റ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന് നമുക്ക് ഓപ്പറേറ്റർ എപ്പോഴും നമുക്ക് തരുന്നത് ഐദർ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ആൻസർ ആയിരിക്കും. ഇപ്പം 19 ലെസ് ദാൻ 11, 19 ലെസ് ദാൻ 11 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് അല്ലേ? ഇത് ഫോൾസ് ആണ്. ഇവിടേക്ക് പോവാം. 29 ഗ്രേറ്റർ ദാൻ 19, 29 ഗ്രേറ്റർ ദാൻ 90 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, 75 ഗ്രേറ്റർ ദാൻ 30, 75 ഗ്രേറ്റർ ദാൻ 30 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, സോ ഇവിടെ നോക്കാം. ഫോൾസ് ആൻഡ് ട്രൂ, ഫോൾസ് ആൻഡ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾസ് ആൻഡ് ട്രൂ, ഇത് ആൻഡ് ആണ്. ലോജിക്കൽ എക്സ്പ്രഷൻ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ദ ഇൻപുട്സ് ആർ ട്രൂ ദെൻ ഓൺലി ദ ഔട്ട്പുട്ട് ബിക്കം ട്രൂ എന്നാണ് ആൻഡിൻ്റെത്. ഇവിടെ ഫോൾസ് ആൻഡ് ട്രൂ, അപ്പോൾ എന്താണ് വരിക? ഫോൾസ് ട്രൂ. ഇത് ആൻഡിൻ്റെ കേസിലാണ് പറഞ്ഞത്. ഫോൾസ് ട്രൂ ആണെങ്കിൽ ഫോൾസ് എന്നാണ് ആൻസർ വരിക. ആൻസർ വിൽ ബി ഫോൾസ്. ഓക്കെ, because it is and always both the inputs are true then only the output become true അതാണ് and. ഇപ്പോൾ ഇവിടെ ഫോൾസ് എന്നാണ് വരിക. ഉണ്ടോ? ഫോൾസ് ആൻഡ് ട്രൂ, ഫോൾസ് ആൻഡ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ്. ആൻഡ് എപ്പോഴാണ് ട്രൂ നമുക്ക് തരിക? ട്രൂ ആൻഡ് ട്രൂ ആണ് ട്രൂ. ബാക്കിയെല്ലാം ഇത് ട്രൂ ഫോൾസ് ഫോൾസ്, ഫോൾസ് ട്രൂ ഫോൾസ്, ഫോൾസ് ഫോൾസ് ഫോൾസ്, ആൻഡ് ഫോൾസ് ട്രൂ ആൻഡ് ട്രൂ മാത്രമേ നമുക്ക് ട്രൂ തരുള്ളൂ. അതാണ് ആൻഡ് ഗേറ്റ്. ഇപ്പോൾ ഇവിടെ ആൻഡ് എന്നുള്ള ലോജിക്കൽ എക്സ്പ്രഷനാണ്. അപ്പോൾ ഫോൾസ് ആൻഡ് ട്രൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയി മാറി അല്ലേ? ഈ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയി. ഈ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയി. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഫോൾസ് ആയി. ഇനി നമുക്കുള്ളത് ഓർ നോട്ട് ട്രൂ എന്നാണ്. ഇപ്പം നോട്ട് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എപ്പോഴും കോംപ്ലിമെൻ്റ് ആണ്. ട്രൂവിൻ്റെ കോംപ്ലിമെൻ്റ് എന്നാൽ ട്രൂവിൻ്റെ ഓപ്പോസിറ്റ് ദറ്റ് ഈസ് ഫോൾസ്. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയി. ഓക്കെ, ബിക്കോസ് 75 ഗ്രേറ്റർ ദാൻ 30 എന്ന് പറയുന്നത് ട്രൂ ആണ്. നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ അത് ഫോൾസ് ആയി. ഇനി നമുക്കുള്ളത് ഇവിടെ ഓറാണ്. അപ്പോൾ ഫോൾസ് ഓർ ഫോൾസ്, ഫോൾസ് ഓർ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഫോൾസ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ, ഓർ അതായത് ഇനി ഓർ ഗേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ആൻഡിൻ്റെ ഓറിൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചില അധികം ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയാൻ മതിയാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് എഴുതുന്നുണ്ട്. ആൻഡിൽ നമുക്ക് ട്രൂ ബോത്ത് ഇൻപുട്സ്, രണ്ട് ഇൻപുട്ട് ഇപ്പോൾ നോക്കാം. ഞാൻ ഇൻപുട്ടിനെ എ ബി ഇതിനെ ഇവിടെ ഔട്ട്പുട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ട്രൂ 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 ആണെങ്കിൽ ആൻഡ് ഗേറ്റിൽ ട്രൂ ആണ്. ബാക്കി എല്ലാ കേസിലും ഫോൾസ് വരും. ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ് വരുമ്പോൾ ഫോൾസ്. ഇനി ഫോൾസ് ട്രൂ, ഫോൾസ് ട്രൂ വരുമ്പോൾ ഫോൾസ്, ഫോൾസ് ഫോൾസ് വരുമ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല, ഫോൾസ്. ശ്രദ്ധിച്ചോ, അവിടെ ബോത്ത് ദ ഇൻപുട്ട് ഈസ് ട്രൂ ദെൻ ഓൺലി ദ ഔട്ട്പുട്ട് ബിക്കം ട്രൂ. ഏതിൻ്റെ കേസിൽ? ആൻഡ് ഗേറ്റിൽ, ആൻഡിൻ്റെ കേസിൽ. ഇനി ഓറിൻ്റെ കേസ് ഡിഫറെൻ്റ് ആണ്. ഓർ നോക്കാം നമുക്ക്. ഓറിൻ്റെ കേസിൽ തന്നെ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, ഇത് ഔട്ട്പുട്ട് ബിക്കം ട്രൂ ആയിരിക്കും. ഇപ്പോൾ ട്രൂ ഇതുപോലെ തന്നെ എഴുതാം. ഇൻപുട്ട് ഫസ്റ്റ് ഇൻപുട്ട് എ ബി, ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ട്രൂ, എ ട്രൂ, ബി is true, then the output become true. The A is true, B is false, then it is true. False, true, that is true. False, false, then false. ഉണ്ടോ? Both the input is true, the output become true. Any one of the input true ആയി കഴിയുമ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് ട്രൂ ആണ്. ഇവിടെ both the input is true, then only the output become true. അതാണ് AND ഗേറ്റ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്നു. റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് പൈത്തൺ കോഡ് ഫോർ k in range 7,40,6. പ്രിന്റ് k പ്ലസ് ഒരു ഹൈഫൺ, ഇവിടെ ഒരു ഹൈഫൺ വന്നത്. ഇത് ഒരുവിധം ആൾക്കാരൊക്കെ എറർ വരുത്തുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ, അതായത് ഫോർ ലൂപ്പ് നമുക്കറിയാം. അപ്പോൾ നോർമലി നമ്മൾ 7, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കേൻ്റെ വാല്യൂ 7, നെക്സ്റ്റ് ഐട്രേഷനിൽ 7+6, ഓക്കെ, അത് 7+6 10 13 വരും, 13+6 ഇങ്ങനെ നമ്മൾ ഈ ഐട്രേഷൻ്റെ ഔട്ട്പുട്ട് മാത്രമേ എഴുതി കൊണ്ടുവെക്കും. ഇൻ ബിറ്റ്വീനിൽ ചിലപ്പോൾ നമ്മളൊരു ഹൈഫൺ ഇങ്ങനെ ഇട്ടിട്ട് ആൻസർ എഴുതും. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എററാണ് വരിക. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കെ എപ്പോഴും ഇൻപുട്ട് വാല്യൂ, ഇൻറ്റീജർ വാല്യൂ ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. 7, നെക്സ്റ്റ് ഐട്രേഷൻ 7+6 എന്ന് പറയുന്നത് 13. അങ്ങനെ ഐട്രേഷനിൽ പോകുന്ന സമയത്ത് ഇവിടെ ടൈപ്പ് എറർ വരും. കാരണം നമുക്ക് ഒരു ഇൻറ്റീജർ വാല്യൂവിനെ നമുക്കൊരു സ്ട്രിങ് വാല്യൂവിനോട് നമുക്ക് എന്ത് ചെയ്യാം, കൺകാറ്റനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എറർ എന്നായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എറർ എന്നായിരിക്കും. രണ്ടാമത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കാണും. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നത് നമുക്ക് നമ്മൾ ഇതിൻ്റെ പ്രയോറിറ്റി ഓർഡർ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അതായത് പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഏതിപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഏത് ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി മാത്തമെറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർഡ് മാസ് റൂൾ. അതുപോലെ പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, അതായത് എക്സ്പൊണൻഷ്യലിന് ആദ്യം, അതുപോലെ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എന്ന് പറയും. അതുപോലെ സെയിം പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റർ വരുമ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം. അപ്പോൾ അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ സെയിം പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് സോൾവ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കുക. 10 മൈനസ് 3 സ്റ്റാർ സ്റ്റാർ 2 ദെൻ 2 സ്റ്റാർ സ്റ്റാർ 2 പ്ലസ് 144 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ ആദ്യം സോൾവ് ചെയ്യാം. ഒന്നുകിൽ ഇത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സോൾവ് ചെയ്യുന്നത് ഇതാണ്. 3 സ്റ്റാർ സ്റ്റാർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 സ്റ്റാർ സ്റ്റാർ എന്നാൽ 3 ഈസ് മൾട്ടിപ്ലൈഡ് ഇൻ 2 ടൈംസ് എന്നാണ് മീനിങ്. അപ്പോൾ 3 × 3 ദറ്റ് ഈസ് 9 എന്ന് വരും. ഓക്കെ, സോ 9, ഈ വാല്യൂ 9 സ്റ്റാർ സ്റ്റാർ 2. 9 സ്റ്റാർ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 9 × 9, 9 multiplied in 2 times. So, sorry, 9 star star 2 means 9 is multiplied 2 times. So, 9 × 9 that is 81 എന്നാണ് വരിക. അപ്പോൾ ഈ വാല്യൂ 81 എന്നായി. അപ്പോൾ 81 മൈനസ്, ഓക്കെ, ഇത് ഈ പാർട്ട് 81 ആയി, എക്സ്പൊണൻഷ്യലിൻ്റെ പാർട്ട് 81, സോറി, പ്ലസ് 144 ഡിവിഷനിലേക്കാണ് ആദ്യം പോകുന്നത്. 144 ഡിവൈഡ് ബൈ 12. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ 12 എന്നാണ്. So that is, okay, just 1 minute. That is 12, okay. Okay. Then this is minus, ഇവിടെ ഒരു 10 കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാം. 10 മൈനസ് 81 പ്ലസ് 12. 10 മൈനസ് 81 പ്ലസ് 12 എന്ന് പറയുമ്പോൾ 10 മൈനസ് 81 പ്ലസ് 12. അപ്പോൾ 10 മൈനസ് 81 പ്ലസ് 12 നമുക്ക് കിട്ടുന്നത് -59 എന്നായിരിക്കും. -59, ഓക്കെ, -59.0. വൈ ആം പുട്ടിങ് 0.0? ഇതെങ്കിൽ എങ്ങനെ ചെയ്യാം? -10 മൈനസ് 81 എന്ന് പറഞ്ഞാൽ -71 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ -59.0. ഇവിടെ 0.0 ഇട്ടണമെന്ന് എന്താ വെച്ചാൽ ഇവിടെ ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ എപ്പോഴും അത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരിക. ഫ്ലോട്ടിംഗ് പോയിന്റ്, അതായത് 144 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 12 അല്ല കിട്ടുക, നമുക്ക് 12.0 എന്നാണ് കിട്ടുക. ഓക്കെ, യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് -59.0 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് പൈത്തൺ കോഡ്. ട്രൈ x is equal to 10 divided by 0. 10 divided by 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 divided by 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ്.
അതിന് എക്സെപ്ഷൻ തന്നിട്ടുണ്ട്. എക്സെപ്ഷൻ പ്രിന്റ് സം അതർ എറർ, സീറോ ഡിവിഷൻ എറർ, ഡിവിഷൻ ബൈ പ്രിന്റ് ഡിവിഷൻ ബൈ സീറോ എറർ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം അതർ എറർ ഇതായിരിക്കും ഔട്ട്പുട്ട് വരിക, സം അതർ എറർ. അതായത് ഇവിടെ എക്സെപ്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So what will be the output of the following Python code? So my underscore dict is equal to name Alice, age 27, city ഡൽഹി. ഇത് കീ വാല്യൂ പെയർ ആണ്. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ വാല്യൂസിനെ കീ വാല്യൂ പെയർ ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കീ എന്ന് പറയുന്ന നെയിമാണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്ന അലീസിയ. രണ്ടാമത്തെ കീ എന്ന് പറയുന്ന ഏജ്, വാല്യൂ എന്ന് പറയുന്നത് 27. മൂന്നാമത്തെ കീ എന്ന് പറയുന്നത് സിറ്റി, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡൽഹി. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നമ്മളതിൻ്റെ ഔട്ട്പുട്ടാണ് കണ്ടത്. പ്രിൻറ്റ് മൈ അണ്ടർസ്കോർ ഡിക്റ്റ് ഡോട്ട് ഗെറ്റ്, ഓക്കെ, പ്രൊഫഷൻ കോമ നോട്ട് സ്പെസിഫൈഡ്. ഈ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ നമ്മളെപ്പോഴും ഒരു കീ വാല്യൂ പാസ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് കീ പാസ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു കീയാണ് പാസ് ചെയ്തിരിക്കുന്നത്. പ്രൊഫഷൻ എന്ന് പറയുന്ന കീ അവൈലബിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ വിൽ ബി പ്രിൻറ്റഡ്. ഇപ്പോൾ ഈ കേസിൽ പ്രൊഫഷൻ എന്ന് പറയുന്ന കീ അവൈലബിൾ അല്ല, അല്ലേ? നമുക്ക് ആകെയുള്ള കീസ് ഏതൊക്കെയാണ്? ഒന്ന് നെയിം ഉണ്ട്, ഒന്ന് ഏജ് ഉണ്ട്, ഒന്ന് സിറ്റി ഉണ്ട്. ഇവിടെ പ്രൊഫഷൻ എന്ന് പറയുന്ന കീ അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീഫോൾട്ട് വാല്യൂ വിൽ ബി പ്രിൻറ്റഡ്. ഓക്കെ, ഇവിടെ ഡീഫോൾട്ടായിട്ട് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത് നോട്ട് സ്പെസിഫൈഡ് എന്നാണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് കീ ഉണ്ടെന്ന് വിചാരിക്കാം. കീ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു കീ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ പ്രൊഫഷൻ നോട്ട് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി 14th ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ഗിവൻ പൈത്തൺ കോഡ്? സോ വാട്ടർ സ്കൈയിങ് ഈസ് ത്രില്ലിങ്. ഓക്കെ, പ്രിൻറ്റ് എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിങ് ആണ്, അല്ലേ? വാട്ടർ സ്കൈയിങ് ഡോട്ട് സ്പ്ലിറ്റ് ഓഫ് ഐ. സോ വേർ എവർ ഐ ഈസ് ദെയർ ഇൻ ദ സ്ട്രിങ്, ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത്? വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ സ്പ്ലിറ്റ് വേർ ഐ എവിടെയുള്ളത്? ഇപ്പം നമുക്ക് നോക്കാം. വാട്ടർ എസ് കെ, അതൊരു ഫസ്റ്റ് സ്ട്രിങ് ആയിട്ട് വരും. അപ്പോൾ ഇത് നോക്കാം, വാട്ടർ എസ് കെ. ഇവിടെ ഒരുപാട് ആൻസർ ഉണ്ട്, അല്ലേ? ഫസ്റ്റിലെ 3 ആൻസേഴ്സിനും വാട്ടർ എസ് കെ എന്നാണ് വരുന്നത്. പിന്നെ ഐ വരുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്യണം, അപ്പോൾ സ്പേസ്. ഓക്കെ, അവിടെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ സ്പ്ലിറ്റ് ചെയ്തു. രണ്ടാമത് വീണ്ടും അടുത്ത ഐ വരുമ്പോൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ജനറേറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് സ്പേസ് ആണ്. ഇവിടെ സ്പേസ് ഇല്ല, അവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടോ, വാട്ടർ ഈ ഓർ ദ പോയിന്റ് 2 ഐ വരുന്നു. ഒന്നാമത്തെ ഐ വരുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. രണ്ടാമത്തെ ഐൻ്റെ ഇടയ്ക്ക് വീണ്ടും നമ്മൾ രണ്ടാമത്തെ ഐൻ്റെ ഇടയ്ക്ക് സ്പേസ്, പിന്നെ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഈ സ്പേസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എൻ ജി എന്നുള്ള വരും. ഓക്കെ, എൻ ജി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഐ സ്പേസ്, ദെൻ ഐൻ്റെ അവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. എസ് സ്പേസ് ടി എച്ച് ആർ ഉണ്ടോ? എസ് സ്പേസ് ടി എച്ച് ആർ. ദെൻ ഐൻ്റെ അവിടെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. 2L ഉണ്ട്, 2L. ദെൻ എൽ കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. എൻ ജി എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഈ കൊടുത്ത പോയിന്റ്. ഇവിടെ ഈ 2 ഐ വരുന്ന സമയത്ത് ഇടയ്ക്ക് സ്പേസ് ജനറേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. സോ ബോത്ത് question number 20, assertion, the expression 1 2 3 4 dot append of 5 in Python will modify the original sequence data type. Reason, the append method adds an element to the end of the list and modify the list in place. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പൻഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? അപ്പൻഡ് എന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ആഡ് ആൻ എ സിംഗിൾ എലമെൻറ്റ് ടു ദ എൻഡ് ഓഫ് ദി ലിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പൈത്തൺ വിൽ മോഡിഫൈ ദ ഒറിജിനൽ സീക്വൻസ് ഓഫ് ഡാറ്റ ടൈപ്പ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്, അല്ലേ? ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നമുക്കറിയാം അപ്പൻഡ് എന്നുള്ള ഫംഗ്ഷൻ ആഡ് ആൻ എലമെൻറ്റ് ടു ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ് ആൻഡ് മോഡിഫൈ ദ ലിസ്റ്റ് ഇൻ പ്ലേസ്. ഇവിടെ പറയുന്നത് അപ്പൻഡ് ഓഫ് 5 ഇൻ പൈത്തൺ വിൽ മോഡിഫൈ ദ ഒറിജിനൽ സീക്വൻസ് ഓഫ് ഡാറ്റ ടൈപ്പ്. മോഡിഫൈ ചെയ്യുന്നില്ല, പുതിയ എലമെൻറ്റ്സിനെ അതിൻ്റെ എൻഡ് ഓഫ് ദ ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. കാരണം എന്താണ്? എ ഈസ് ഫോൾസ്, ആർ ഈസ് ട്രൂ. എ ഈസ് ഫോൾസ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ.
എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Question number 26. Predict the output of the following Python code. Okay, predict the output of the following Python code. So EMP is equal to, so ARV, ആരവ് എന്നുള്ള ARV ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ എംപ്ലോയിൻ്റെ പേരാണ്. ദെൻ 85,000, 90,000. റിയ 78,000, 88,000. ജയ് 72,000, 80,000. ടിയ 80,000 ആൻഡ് 70,000. സോ സെലക്റ്റഡ് എന്ന് പറയുന്ന പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ഉണ്ട്. ഇതിൽ എം ടി ലിസ്റ്റാണ്. പിന്നെ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. ഫോർ നെയിം ഇൻ എംപ്ലോയി. നെയിം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേരിയബിൾ ആണ്. എംപ്ലോയി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഡിക്ഷണറിയാണ്. ഇപ്പോൾ സാലറി ഈസ് ഈക്വൽ ടു എംപ്ലോയി ഓഫ് നെയിം. ഓരോ എംപ്ലോയീസിൻ്റെ സാലറി. എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറിയാണ്. ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വേരിയബിൾ ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് ഇസ് ഈക്വൽ ടു സാലറി ഓഫ് 0 പ്ലസ്, അപ്പോൾ ഒന്നാമത്തെ ഐട്രേഷനിൽ ഫസ്റ്റ് എംപ്ലോയിൻ്റെ വാല്യൂ കയറും. ഫസ്റ്റ് എംപ്ലോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സാലറി ഓഫ് 0 + 1 എന്ന് പറഞ്ഞാൽ 85 + 90 ഡിവൈഡഡ് ബൈ 2. ഇതിനെ നമ്മളവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആവറേജ് ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ ആ വാല്യൂവിനെ എന്ത് ചെയ്യും? സെലക്റ്റഡ് ഡോട്ട് അപ്പൻഡ് ഓഫ് നെയിം. ആ നെയിമിനെ നമ്മൾ സെലക്റ്റഡിലേക്ക് അപ്പൻഡ് ചെയ്യും. വാല്യൂവിനെ നമ്മൾ സെലക്റ്റഡിലേക്ക് അപ്പൻഡ് ചെയ്യും. വാട്ട് ഈസ് സെലക്റ്റഡ്? സെലക്റ്റഡ് എന്ന് പറയുന്നത് ഒരു എം ടി ലിസ്റ്റാണ്. അതായത് ഇതിൻ്റെ ആവറേജ് രണ്ട് സാലറിയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആവറേജ് ഗ്രേറ്റർ ദാൻ 80,000 ആണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ 80,000 ആണെങ്കിൽ അതിനെ നമ്മളെ സെലക്റ്റഡ്, നമ്മളെ ലിസ്റ്റ് എം ടി ലിസ്റ്റിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഐട്രേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സെലക്റ്റഡ് എന്ന് പറയുന്ന എം ടി ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യും. സോറി, എം ടി ലിസ്റ്റ് അല്ല, അപ്പോൾ ആ ലിസ്റ്റിലേക്ക് ഓൾറെഡി വാല്യൂ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൻഡ് ചെയ്ത് ലിസ്റ്റ് സെലക്റ്റഡ് എന്ന് പറയുന്ന ലിസ്റ്റിലെ വാല്യൂസിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ 85 + 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര? 85 + 90 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 87,500 ആണ് വരിക. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 80,000 ആണ്. അപ്പോൾ ഇതിൻ്റെ അപ്പൻഡ് ഓഫ് നെയിമിനെയാണ് നമ്മൾ അപ്പൻഡ് ചെയ്യുന്നത്. നെയിം എന്താണ്? ഇതാണ് നെയിം. ARV എന്നുള്ള വാല്യൂസിനെ നമ്മൾ സെലക്റ്റഡിലേക്ക് അപ്പൻഡ് ചെയ്യും. അപ്പോൾ സെലക്റ്റഡിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് വരിക. സെലക്റ്റഡിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്യുമ്പോൾ സെലക്റ്റഡ് എന്ന് പറയുന്ന ലിസ്റ്റ് ARV ഫസ്റ്റ് ARVയിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, ARV. പിന്നെ അടുത്ത് നോക്കുമ്പോൾ റിയ 78 + 88. സോ 78, 88 എന്ന് പറയുമ്പോൾ 78,000 + 88 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 80,000 ആണ്. അപ്പോൾ ആ വാല്യൂസ് ഇവിടെ ആഡ് ചെയ്യും. അപ്പം റിയ എന്നുള്ള ആ നെയിമും ഇവിടെ ആഡ് ചെയ്യും. റിയ, ഓക്കെ, റിയ എന്നുള്ള നെയിം ആഡ് ചെയ്യും. ഇനി അടുത്ത് നോക്കുക, ജെയിൻ്റെ വാല്യൂ എന്താണ്? 72,000 + 80,000. സോ 72,000 + 80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 72,000 + 80,000 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് 76,000 ആണ് അത് വരിക. അത് ബിലോ 80,000 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ വാല്യൂ അപ്പൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലിസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. സെലക്റ്റഡ് എന്ന് പറയുന്ന ലിസ്റ്റ് ARV ആൻഡ് റിയ എന്നായിരിക്കും. ഫൈനലി നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. നമുക്ക് കിട്ടുന്ന ആൻസർ അതിൽ ARV, സോറി, നമുക്ക് കിട്ടുന്ന ലിസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ARV, റിയ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.